പ്രിയമുള്ളവരെ, ജലീലാണ്, കോഴിക്കോട് തെക്കേപ്പുറം. ഞാനിപ്പോൾ ഉള്ളത് സൂറത്ത് കല്ലിലാണ്. നോമ്പ് 4-ന് ഇങ്ങോട്ട് വന്നതാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് അശോക് എന്നാണ്. 74 വയസ്സായി. 2 ദിവസം ഇദ്ദേഹത്തിനെ പരിചയപ്പെടാൻ വേണ്ടി പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സങ്കടവും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. നടക്കുമ്പോഴൊക്കെ ഭയങ്കര വേദനയാണ്, കാലിലൊക്കെ നീര് വെച്ചിട്ടുണ്ട്. നല്ല പഴക്കമുള്ള മുറിയാണ്. പുഴയൊന്നുമില്ല, എന്നാലും ചലം ഉണ്ടായിരുന്നു. ചലം കുട്ടിയൊലിക്കുന്ന മാതിരിയായിരുന്നു. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ഒരു മരുന്ന് ഷാപ്പിൽ പോയി അദ്ദേഹത്തിൻ്റെ മെറ്റാടിയിൽ നിന്ന് 2-3 സാധനങ്ങളൊക്കെ വാങ്ങി നല്ല വൃത്തിയാക്കുമ്പോഴൊക്കെ നല്ല താൽക്കാലികം ഞാൻ എപ്പോഴുണ്ടാക്കി ആ മുറി കെട്ടിക്കൊടുത്ത് ഡ്രസ്സൊക്കെ ചെയ്ത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അദ്ദേഹത്തിനോട് ഞാൻ പോയി പറഞ്ഞു, ഒന്നായി ഫുള്ളായിട്ട് ഞാൻ വൃത്തിയാക്കട്ടെ എന്നാണ്. അങ്ങനെ 2 ജോഡി ഡ്രസ്സൊക്കെ വാങ്ങി ഒരു ബാർബർ ഷാപ്പിൽ പോയപ്പോൾ ബാർബർ ഷാപ്പിൽ ഇവിടെ വെട്ടിയിട്ട് 2 ബാർബർ ഷാപ്പിൽ പോയിട്ട് വെട്ടിയില്ല, സ്മെല്ലടിച്ചിട്ട്. അങ്ങനെ ഞാൻ ട്രിമ്മർ പുതിയത് അവിടെ നിന്ന് വാങ്ങിയിരുന്നു 450 രൂപയ്ക്ക്. വാങ്ങിയിട്ട് അദ്ദേഹത്തിനെ പരിചരിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇതേപോലെ തന്നെയാണ് ഞങ്ങളൊക്കെ. ഏത് ജില്ലയാണ്, ഏത് സ്റ്റേറ്റാണെന്നൊന്നുമില്ല. ഇതേമാതിരിയുള്ള യാചകരെ കാണുമ്പോൾ അത് കാട്ടിത്തരുന്നത് അവിടുത്തെ ഒരു അനുഗ്രഹമാണ്. ഈ പുണ്യമാസത്തിൽ ഇതേമാതിരിയുള്ള പ്രവർത്തനമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമ്പത്ത് എന്താണ് അതൊന്നും അറിയണം. ഇത് വേറെ തന്നെയാണ്. ഇതല്ലേ ശരിക്കും റിയലി ജനനന്മ എന്ന് പറഞ്ഞാൽ. നിങ്ങളെ ഭാഷ എന്തേലും ചാരിറ്റി അല്ലേ? ഇത് ഇങ്ങനെയുള്ള സഹായം ചെയ്യാൻ ഒരു പൈസയും വേണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള യൂസ് വസ്ത്രം ഉണ്ടായാൽ മതി. ഒരു ട്രിമ്മർ, ഒരു കത്തിരി, നല്ലൊരു വിശാലമായ മനസ്സുണ്ടെങ്കിലുണ്ടല്ലോ എത്ര പേര് നമുക്ക് പുനർജന്മം കൊടുക്കാൻ സാധിക്കുന്നല്ലോ. ചില മനുഷ്യരൊക്കെ സ്മെല്ലടിച്ചാലോ വസ്ത്രങ്ങളൊക്കെ അഴുക്കായി കഴിഞ്ഞാൽ ഹോട്ടലിലോ ആ പരിസരത്തേക്ക് തന്നെ അടുപ്പിക്കില്ല. പക്ഷെ അദ്ദേഹത്തിനൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഞാനിതൊക്കെ മാറ്റിയിട്ട് ബാർബർ ഷാപ്പിലേക്ക് പോയി അദ്ദേഹത്തിനായിട്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും ഒരു നോക്കാം. ഞാൻ പറഞ്ഞു, ഇതാക്കൊന്നും വേണ്ട, തമിഴ് പറഞ്ഞു, നേരത്തെ വന്തിയില്ലേ എന്താളുതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറി. എല്ലാവരും മനുഷ്യന്മാരാണ്. പക്ഷെ ഇതുപോലെ കാലിനടി വെട്ടിയതോ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത ഒരു നായോ വേറെ ഏതെങ്കിലും മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ആളുണ്ടാവില്ലേ ചോദിക്കാനും പറയാനും, പോലീസായാലും ജനങ്ങളായാലും. പക്ഷെ ഒരു മനുഷ്യനിങ്ങനെ കെടുക്കുമ്പോൾ എത്ര ആൾ തിരിഞ്ഞു നോക്കും? എത്ര ആൾ നോക്കും? നിങ്ങളുടെ പ്രയാസം ഇങ്ങനെയൊക്കെ പറഞ്ഞു തരണേ. ഇതേമാതിരിയുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ഇടുമ്പോഴേ അതിൻ്റെ അടുത്ത് വലിയൊരു നന്മ ഉണ്ടെന്ന് വെച്ചിട്ട് ഇടുന്നത്. വലിയൊരു നന്മ. കാരണം നമ്മളൊക്കെ മൺമറിഞ്ഞ് പോയി കഴിഞ്ഞാലും ഒരു കൊത്തുപണി എടുക്കണ്ടേ ഇവിടെ വരും തലമുറക്ക്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറക്കായാലും ആ ഒരു കൊത്തുപണിയാണത്. ഒരാളെങ്കിലും നിങ്ങളെ ഇത് കണ്ടിട്ട് ഇതേമാതിരി പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രവർത്തനത്തിന് ഒരു വിജയം കിട്ടിയില്ലേ? മനസ്സിന് എന്തൊരു റാഹത്താണെന്നറിയും. ഒരാളങ്ങനെ കുളിപ്പിച്ച് പൊടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ വലിയൊരു റാഹത്താണ്. നമ്മളൊരു വീടൊക്കെ നമ്മളെ സ്വപ്നം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. അതേമാതിരിയുള്ള റാഹത്താണ്. മാഷാ അല്ലാഹ്, ഈ പുണ്യമാസത്തിൽ നിങ്ങളെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുത്തണം. പിന്നെ വേണ്ടിയത് നിങ്ങളുടെ പക്കൽ യൂസ് ചെയ്ത വസ്ത്രങ്ങളുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ വിളിക്കണം. നിങ്ങൾ കണ്ടത് ഇതായിരിക്കും, പക്ഷെ നിരവധി കാണിക്കാനുണ്ട്, ഞങ്ങൾ അറിയാനുമുണ്ട്. 100 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 25 കാര്യം നിങ്ങൾ അറിയാൻ വേണ്ടി ചെയ്യാം. ബാക്കി 75 കാര്യങ്ങൾ അവിടത്തേക്കുള്ള സമർപ്പണമാണ്. അത് പഠിച്ചു തന്നൊരു അനുഗ്രഹമുണ്ട്, അവിടത്തേക്കുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ, നമുക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് ഞങ്ങളുടെ, എന്തൊക്കെ പ്രയാസങ്ങൾ. പലവട്ടായിട്ട് വോയിസായിട്ടും വീഡിയോസായിട്ടൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ നമുക്കൊരു സഹായം തരുന്നില്ല. നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് ആളെ പറഞ്ഞയക്കണം, പക്ഷെ നിങ്ങൾ തള്ളി മാറ്റുന്നു, തള്ളിക്കളയും. ഒന്ന് TMKനെ അറിയാത്തവരറിയണം. കേട്ടതല്ല സത്യം, നിങ്ങൾ അറിയാനുള്ളതാ സത്യം. ഇനി എങ്ങോട്ടാണ്? നിങ്ങളെല്ലാവരും വലിയൊരു ബാധ്യതയാണ് നമുക്ക് തന്നത്, വലിയൊരു ബാധ്യത.
ആ ബാധ്യത എന്ന് പറഞ്ഞാൽ കുറച്ച് കടബാധ്യത ഉള്ളൊരു ബാധ്യത ഉണ്ട്. പ്രവർത്തനം പുണ്യമാണ്, ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ട. പ്രവർത്തനത്തിന് ഈ പ്രവർത്തനം ഒരുത്തനിക്കും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല. അത് താനേ വരുന്നതാണ്, താനേ മനസ്സിൽ നിന്ന് വരുന്ന, അത് അവിടുത്തെ ഒരു അനുഗ്രഹം ചെരിഞ്ഞ മാതിരി ചെയ്യുന്ന ഒരു സാധനം. ചില കാര്യങ്ങൾക്ക് ഒരു പൂർത്ത യാചകരുണ്ടാകുമ്പോൾ തുണി വാങ്ങണം, ഡൈപ്പർ വാങ്ങണം, മെഡിസിൻ വാങ്ങണം, ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും വാങ്ങി കൊടുക്കണ്ടേ. ചിലവരൊക്കെ പറയും, വെള്ളടിക്കുന്ന ഒരിക്കൽ എന്തിനാണ് നിങ്ങൾ ഫുഡ് കൊടുക്കുന്നത്? കൊന്നവർക്കും കൊലപാതകൾക്കും അനിയനെ കൊന്നവർക്കും അമ്മനെ കൊന്നവർക്കൊക്കെ 4-5 നേരം ഭക്ഷണം കൊടുക്കുന്നു. എവിടുന്നു? ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഒന്നും ചെയ്യാത്ത, സ്വന്തം എന്താണ് ഗൾഫിലൊക്കെ പോയിട്ട് അധ്വാനിച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തിന് അവരെ വൈഫുണ്ടാവും വേറൊരാളെ കൂടുതൽ ജീവിക്കുന്നു. ഇമ്മമാരായാലും സഹോദരന്മാരായാലും തള്ളിക്കളയുന്നൊരു മേഖലയാണ് ഇത്. അങ്ങനെയാണ് കുറേ ആൾക്കാർ തെരുവിലേക്ക് ഇറങ്ങിയത്. മനസ്സറിഞ്ഞ് ഭാര്യനെ സ്നേഹിക്കുമ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേനും ഭാര്യയ്ക്ക് വേറൊരു അഫയർ. 100 പേരെ തെരുവിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 50 പേര് ഇതേമാതിരിയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരെ തെരുവിൽ. അതൊക്കെ ആരറിയണോ? അവർക്ക് ഒരു രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് മെഡിസിനില്ല ഹോസ്പിറ്റലിൽ. വലിച്ചു വിറച്ചിട്ടോ അല്ലെങ്കിൽ നായി കടിച്ചിട്ടായിക്കഴിഞ്ഞാലും അദ്ദേഹം നായി കടിച്ചിട്ടോ ഒറ്റക്ക് അവിടേക്ക് പോകും, ആരുമില്ല കൂടെ. അദ്ദേഹം അവിടെ കിടന്ന് മരിക്കാന്നല്ലാണ്ട് അവിടെ ഇഞ്ചക്ഷൻ വെക്കൂല. ഇത് 1-2 കേസല്ല, നിരവധി കേസാണ്. ഈ മാസത്തിൽ ഇതൊക്കെ പറയണമെന്ന് തോന്നുന്നു. കാരണം ഈ മാസം അത്രയ്ക്കും വിലപ്പെട്ട മാസമാണ്, നന്മയെ തേടുന്നൊരു മാസമാണ്. ഈ പുണ്യമാസത്തിൽ ഒരുപാട് ദാനങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അർഹതപ്പെട്ടവർക്ക് ആകട്ടെ നിങ്ങളുടെ സഹായം, ദാനം.